അന്തസ്സായിട്ട് തുണി ഉടുത്ത് പണിയെടുക്കാൻ ഇറങ്ങി, മനസ്സിലായോ? എന്നിട്ടാണ് ഇവനൊക്കെ കാരണം അവർക്കറിയാം രേണുസുധിയുടെ കണ്ടന്റ് ഇട്ടാൽ മില്ലിനടിച്ച് കയറുമെന്നുള്ളതുകൊണ്ട് വേറെ ഒരാളുടെ കണ്ടന്റിന് പോലും അത്ര റീച്ചില്ല. ഇവൻ അനിമോളുടെ കണ്ടന്റ് പോലും അത്ര റീച്ച് ഉണ്ടാവത്തില്ല. മഞ്ഞ മീഡിയ ചൊറിയന്മാരുണ്ട്, വിച്ചു സ്ട്രോക്കിനെ, അതിൽ വ്ളോഗ്സിനെയും, പിന്നെ എന്താ പറയാ കുറെ യൂഷ്വൽ സൈക്കോയെ, എന്തായാലും യൂഷ്വൽ സൈക്കോ എന്നല്ല, സൈക്കോ എന്നാണ് ഇവന് പേരിടേണ്ടത്. ഷെഫീന ബീബി അല്ലേടി, ബീബി. ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് ബിഗ് ബോസിൽ പോയി വെറും 3 ആഴ്ച മാത്രം ബിഗ് ബോസിനുള്ളിൽ നിന്നിട്ട് ആ പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കാണിച്ചു കൂട്ടുന്ന വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ടാണ് ഇവര് കാണിക്കുന്ന വീഡിയോയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു ഏക കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, കാരണം അവരെതിരെക്കെതിരെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ടാണ്. പക്ഷെ ആ വീഡിയോയ്ക്ക് ഇവർക്ക് യാതൊരു റിപ്ലൈയും തരാനായിട്ട് വയ്യ. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഒരു വലിയ പോർഷൻ, അതായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ചെറിയ 3 എന്റെ പട്ടിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല മിണ്ടാടാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് വെറും 3 മിനിറ്റുള്ള വീഡിയോ കൂടാതെ ഇവർ 8 മിനിറ്റ് ലെങ്ത് വീണ്ടും അതേ കോണ്ടന്റ് വെച്ചുകൊണ്ട് എന്റെ പേര് കയറ്റി വെച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ആ വീഡിയോ കാണാനായിട്ട് ആരുമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ രേണുസുധിയെ കൊണ്ട് വീണ്ടും അതൊന്ന് കൊളാബ് ചെയ്തൊന്ന് റീച്ചിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. എന്തായാലും പരിപാടിയൊക്കെ കൊള്ളാം. ആ കൊളാബ് ചെയ്തിരിക്കുന്നത് എനിക്ക് കുറച്ചു മുമ്പാണ് എന്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പൊ പിന്നെ 2 വാക്ക് അതിനെക്കുറിച്ച് മൊഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്താ വിചാരിക്കും, എന്നെ കുറിച്ച് അവരെന്താ വിചാരിക്കും, രേണുസുധി എന്നെ കുറിച്ച് എന്താ വിചാരിക്കും, നീ എന്നെ കുറിച്ച് എന്താ വിചാരിക്കും, ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ മാറിയിരിക്കാന്നല്ലേ വിചാരിക്കുന്നത്. അങ്ങനെ ഒന്നും അല്ല കേട്ടോ, മിണ്ടാതെ മാറിയിരിക്കുന്ന കൂട്ടത്തിലും അല്ല. നീ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ റിപ്ലൈ ഇട് കേട്ടോ. റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം നീ അങ്ങനെ ആണെന്നുള്ളൊരു കാര്യം. അപ്പം വീഡിയോ വളരെ ഫണ്ണി ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരും. ഇവരുടെ റീച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരും. ഇവരിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് കാണിച്ചു തരും. രേണുസുധിയെ കൊണ്ട് ആരാണ് അരി മേടിക്കാനായിട്ട് കൂടുതൽ മെഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചു തരും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് കമന്റ് ചെയ്യാവൂ. അപ്പൊ വീഡിയോ കാണുമ്പോ എന്റത് മാത്രം കാണാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡേറ്റ ബാലൻസ് കിടപ്പുണ്ടെങ്കിൽ, അതായത് 12 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡേറ്റ അധികം വരുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ, അയ്യോ എന്തോ കാണും, അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വെറും വേസ്റ്റ് വീഡിയോ ആണ് ഇവരുടെ ചാനലിൽ കിടപ്പുണ്ട്. ശാരിക സ്പീച്ച് അങ്ങനത്തെ ഒരു സംഭവം. അതിനകത്ത് നിങ്ങൾക്ക് കയറിയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ട് കുറച്ച് വ്യൂസിനൊന്ന് കയറ്റിക്കൊടും. ഒന്നുമില്ലൊരു ബിഗ് ബോസിൽ പോയിട്ട് വലിയൊരു ഫെയിം ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരുന്നൊരു കാറിനകത്തിരുന്നൊരു വീഡിയോ ഇടുന്നതല്ലേ. നമ്മളെ പോലെ ഈ വീട്ടിനകത്തും റൂമിനകത്തും ചിലപ്പോൾ കാറിനകത്തും ഇരുന്ന് വീഡിയോ ഇടുന്നവരെക്കാട്ടിലും റീച്ചിൽ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെറിയൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവരല്ലെങ്കിൽ ആത്മഹത്യയാണ് ചെയ്ത് കളയുള്ള. നാളെ 4 പേര് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ചേച്ചി പറഞ്ഞ കാര്യം നമുക്ക് പെട്ടെന്ന് അങ്ങ് വരാം. അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇത് എനിക്ക് പറയാനുള്ള ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാനത് കാണിച്ചു തരാം. അവർ അന്തസ്സായിട്ട് പ്രൂവ് ചെയ്തു അവരൊരു സിംഗിൾ മദറാണ്, അവരൊരു എന്താ പറയുന്നത് വിഡോറാണ്. എന്നിട്ടൊരു പ്രൂവ് ചെയ്തു, ഒറ്റയ്ക്ക് പ്രൂവ് ചെയ്തു ഇങ്ങനെ ആവണം ഒരു പെണ്ണെന്നുള്ളത്. അത് അംഗീകരിക്കാൻ മടിയുള്ള, നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് വേടന്റെ ഒരു പാട്ടിനകത്ത്, അതുപോലെ തന്നെ വോയിസ് ഓഫ് രേണുസുധി. അതാണ് ഇപ്പോഴത്തെ ശാരികയുടെ പണി. ശാരിക ഈ പറയുന്ന രേണുവിന്റെ മൂട് താങ്ങി നടക്കുന്നു. ഈ പറയുന്ന രേണുവിന് എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അരവും മൂലയും പിടിച്ച് അതിന്റെ തുമ്പത്തുനിന്ന് ചെറിയൊരു എല്ലും കഷ്ണം മേടിച്ചുകൊണ്ട് മാത്രം പുച്ഛിച്ച് പുഴുത്ത് കിടന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അത്രേ ഉള്ളൂ. നമ്മൾ ആ ട്രെൻഡ് വിട്ട് മാറിയടേ, നമ്മൾ ട്രെൻഡിനൊത്ത് മാറി വേറെ പഠിക്കുമോ. പക്ഷെ ഇവര് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല, വീണ്ടും അതിലേക്ക് തന്നെ കുത്തിക്കയറ്റാനുള്ള പരിപാടിയായിട്ട് അതിന്റെ കൂടെ രേണുസുധിയുടെ ഒരു കൊളാബ് ചെയ്യും. നല്ല കാര്യമുണ്ടോ പെണ്ണുപിള്ള, നിനക്ക് ഇതിന്റെ പണി നോക്കി പോയാൽ പോരെ. കുറെ മെയിൽ ഷോവനിസ്റ്റുകൾ, കുറെ അധികം മെയിൽ ഷോവനിസ്റ്റുകൾ ചാനലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ചാനലുമായിട്ട് ഇറങ്ങാനുള്ള റീസൺ? നിങ്ങൾ പുരുഷ വിരോധിയാണെന്ന് എനിക്കറിയാം. ഇനി അതെന്താണെന്ന് എന്നെ കുറിച്ച് ഇനി വാതുറന്ന് പറയിപ്പിക്കണം. അങ്ങ് വിട്ടേക്ക്. മെയിൽ ഷോവനിസ്റ്റ് മെയിൽ ഷോവനിസ്റ്റ് നീ അങ്ങനെ തന്നെ വെച്ചോ. ജർമ്മൻ ഷിപ്പേടൊന്നും വിളിച്ചില്ലല്ലോ, മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചോ, കുഴപ്പമില്ല. അവന്മാർക്ക് ഒന്നും ആവാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന ബിച്ചുവിനോ അതുലിനോ ഈ പറയുന്ന എന്താ പറയുന്നത് ഏത് മാമനായാലും ഏത് ഷൂസ് സൈക്കോക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ചിലപ്പം ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്ന് പെർഫോം ചെയ്യാൻ. പക്ഷെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഭാഗ്യം. നല്ലൊരു പ്ലാറ്റ്ഫോം അങ്ങോട്ട് തൊലിച്ച് കിട്ടിയിട്ട് 3-ാമത്തെ ആഴ്ച ഔട്ടായി പോയാൽ നിനക്ക് നാണം ഉണ്ടോ ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്? നിനക്ക് എന്തോ ഉണ്ട്? നീ വലിയ വിപ്ലവമായിരുന്നല്ല ചാനലിനകത്ത് വരുന്നവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കാണുന്നവരെ അങ്ങ് പ്രകോപിപ്പിച്ച് അവർക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ച് വിപ്ലവകരമായ ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിക്കൊടുത്താണെന്നുള്ള വിപ്ലവകരമായുള്ള ഇന്റർവ്യൂസ് ഒക്കെ സൃഷ്ടിച്ച് വെച്ചിട്ട് 4 പേര് കാണാനുണ്ടോ ഇപ്പൊ നിന്റെ ചാനല്? ഒന്നുമില്ലെന്ന് ഈ വീട്ടിനകത്ത് ഇതേപോലെ കണ്ടില്ലല്ലോ നിങ്ങളൊന്നും. കള്ളിമുണ്ടെടുത്തിരിക്കുന്ന എനിക്കും ഇതുപോലെ ടീഷർട്ട് ഇരിക്കുന്ന എനിക്കും ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലേ അത് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടാ. അല്ലാതെ എന്റെ മുഖം ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു, ആളെ പ്രൊവോക്ക് ചെയ്ത് അതിലൂടെ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് അതിൽ നിന്നും എനിക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു, അങ്ങനൊന്നും ഇല്ല. ഈ നിമിഷം ഇവിടെ ഇരുന്നോണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടാലും കാണാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു 10,000-ന് വേണ്ടി ആൾക്കാർ കാണും. ഒരിക്കലും എന്റെ ഒരു വീഡിയോ പോലും 600-നകത്ത് ഇപ്പം നിൽക്കത്തില്ല. പക്ഷെ മുമ്പ് നിന്നിട്ടുണ്ട് 600, 100, 200, 300 ഒക്കെ നിന്നിട്ടുണ്ട്.
ചെയ്യാനുണ്ട്. എന്നാൽ അവിടെ നിന്ന് കയറിയാ ഇപ്പൊ വന്ന് നിൽക്കുന്ന രീതിയിലേക്ക് വന്നത്. നാളെ ഈ ചാനൽ ഉണ്ടാവാതിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം, ഞാൻ ഈ വീഡിയോ നിനക്കെതിരെ പറയുമ്പം, നീ പറഞ്ഞ കാര്യത്തിനെതിരെ ഞാൻ സംസാരിക്കുമ്പം ഞാൻ പറയുന്ന കാണാനും കേൾക്കാനും ആൾക്കാരുണ്ട്. അതുകൊണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോ കൂടെ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ബിഗ് ബോസ് ഫെയിം അല്ലേ, നമ്മളിത് സാധാരണ ലോക്കൽസ് അല്ലേ, ചെറിയ പൈൻറ്റൂപ്പിയുടെ അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് 2 വ്യൂസ് കിട്ടുന്നെങ്കിൽ അവർക്ക് കിട്ടിപ്പോട്ടെ, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് കുറച്ച് മാന്യത, കുറച്ച് അന്തസ് കാണിക്കട്ടെ. അവര് പറയുമ്പോ നിങ്ങൾക്ക് അത്ര സംശയമുള്ളതാണെങ്കിൽ അന്തസ് ബിജു സ്റ്റോക്കിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ രേണുസുധിയുടെ വീട്ടിൽ പോയി ഒരു ലൈവ് ഇട്, അവരുടെ വീട് പോയി നിങ്ങളൊന്ന് പരിശോധിക്കേ. അപ്പൊ കാണാം ഒരു വർഷം, വെറും 1, 1.5, 2 വർഷം ആകുന്ന ഒരു വീട് കിടക്കുന്ന അവസ്ഥ എന്താണെന്ന്. ഓലപ്പര അല്ലല്ലോ 3 വർഷം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഭയങ്കര അടയം ചക്കരയല്ലേ, നിങ്ങൾ പോയിട്ട് അത് ലൈവ് ഇട്ട് കാണിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരിയല്ലേ, നിങ്ങൾ ആ ലൈവ് ഇട്ട് കാണി. ഇവന്മാര് പറയുന്ന കണക്കൊന്നും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ബിഗ് ബോസിൽ പോയി 3 ആഴ്ച നിന്നപ്പോൾ ഒരുപാട് പൈസ കിട്ടിക്കാണല്ലോ, രേണുസുധിക്ക് ഒരു വീട് വെച്ച് കൊടുക്ക്. ആത്മാർത്ഥ കൂട്ടുകാരിയല്ലേ, നിങ്ങൾ അടയും ചക്കരങ്ങളൊക്കെ ഇരിക്കും, നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് നമ്മൾ അതിനകത്തൊരു വലിച്ചടിക്കുന്നത്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കണ്ടന്റ് വിട്ട് വേറെ പരിപാടിക്ക് പോയി. ഇപ്പോഴും നമ്മളെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് ഈ ഒരു കണ്ടന്റിലേക്ക് വീണ്ടും കയറണം. എന്നിട്ട് ഇവർക്ക് ഇതിനിടയിലോട്ട് ഞൊഴഞ്ഞു കയറണം. അതായത് രേണുസുധി യൂട്യൂബേഴ്സ്, ഇതിനകത്തൊരു അടി വരുമല്ലോ, ആ അടി വരുമ്പോൾ ഇവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കണം. അപ്പൊ ഇതിനകത്തോട്ട് ഇവരും കൂടെ നുഴഞ്ഞു കയറണം. അങ്ങനെ രേണുസുധിക്ക് മറ്റേ പ്രൊട്ടക്ഷൻ കാർഡായിട്ട് ചില സിനിമ യശൊക്കെ വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഒരു തടിമാട മൊട്ട നിൽക്കുമല്ലോ, അതാണ് അതിന്റെ ഫ്രണ്ടിൽ കയറി ഇവർക്ക് ഇങ്ങനെ നിൽക്കണം. അതാണ് ഇവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കോട്ട് മാറി ഇരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കഴുത്തിന് പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തും. വല്ലോട്ട് ഞങ്ങൾ അല്ലാതെ കേട്ടോ, അല്ലാതെ നീ ഇന്ത്യയുടെ കയറിയുള്ള പരിപാടി ഒന്നും വേണ്ട. അല്പൈസ പരിപാടിയാണ് പറയുന്ന ബിൽഡർ അവർക്ക് വെച്ചു കൊടുത്തത്. കോൺക്രീറ്റ് കെട്ടിടമല്ലേ, ആ കോൺക്രീറ്റ് കെട്ടിടത്തിൽ എങ്ങനെയാണ്, അതും ഈ കാലത്ത് കേരളത്തിൽ എമ്പാടും മഴയാണ്. രേണുസുധി ഒരു റബ്ബർ തോട്ടത്തിനടക്കം ഒറ്റപ്പെട്ട ഒരു ഹൗസിലാണ് അവരവിടെ താമസിക്കുന്നത്. ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുടെ പേര് എല്ലാവർക്കും അറിയാലോ, ബിഷപ്പ്. അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. രേണുസുധി അയ്യോ, അതിനെ കുറിച്ച് പറയണം. ആ വീട് വെക്കാനായിട്ട് 7 സെന്റ് സ്ഥലം കൊടുത്ത ബിഷപ്പ്, അങ്ങനെ വേണം പറയാം. അല്ലാതെ ബിഷപ്പിനെ കുറിച്ച് പറയുന്നില്ല എന്നൊന്നും പറഞ്ഞ് വലിയ ഇതായിട്ട് കൊണ്ടുവരണ്ട. റബ്ബർ തോട്ടത്തിനടുത്ത് നടുക്ക് ഒറ്റയ്ക്കോ, ഇതിപ്പം അവിടെ സ്ഥലവും വീടും കൊടുത്തത് ഏറ്റവും വലിയ കുറ്റമായി എന്നാണ് പറയുന്നത്. റബ്ബർ തോട്ടത്തിനടുക്ക് വണ്ടി പോലും കയറാത്ത, ഒറ്റയ്ക്ക് നടുക്ക് ഒരു വീട് കൊടുത്തു, വണ്ടി പോലും വരാത്ത സ്ഥലവും. അയ്യോ ഇല്ല, മറ്റേ ശോഭാ സിറ്റിയിൽ ഞാൻ ഒരു പറഞ്ഞ കൂടി പോകണ്ടല്ലോ. കാര്യങ്ങൾ ഞാൻ അവിടെ പോയി നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്, മനസ്സിലായോ. എന്നിട്ടും കാറ് പോലും, വണ്ടി, അതായത് പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ട് ബസ്സോ സ്റ്റോപ്പുള്ള സ്ഥലമല്ല ഒന്നും. എന്നിട്ടും അവർ അവിടെ കഷ്ടപ്പെട്ട് കിട്ടിയത് കൊണ്ട് അവർ ജീവിക്കുന്നു. ഇത് മറ്റേ നമ്മളെ വല്ല അയ്യപ്പനെ മറ്റേ മഴു പറഞ്ഞിട്ട് മേളിക്കൊണ്ടിരിക്കണക്ക് ഇരുത്തിയൊന്നും അല്ല. അവരവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലായിരുന്നു, അവിടുന്ന് അങ്ങോട്ട് മാറിയതല്ലേ. പറഞ്ഞിടന്ന് മറ്റേ നമ്മളെ അമ്പ് ഇട്ടിട്ട് മറ്റേ കല്ലും മുള്ളും കാനന പാതയെ കൂടെ നടന്നാണ് ഇവരെ വീട്ടിൽ പോകുന്നതെന്ന്. വണ്ടിയും വെള്ളമൊക്കെ വരുന്നത്, ഒരുപാട് ചാനലുകാരൊക്കെ അവിടെ കയറി ഇറങ്ങുന്നൊക്കെ നമ്മൾ കണ്ടതാ. റോഡൊക്കെ ഉണ്ട് അവിടെ. ആ പള്ളിയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഒരു വണ്ടി ഉണ്ടെന്നൊക്കെ ഏതൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടായിരുന്നു. അവരുടെ വീട്ടിൽ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നതാ. പറഞ്ഞു കേട്ടോ തോന്നുന്നു, എന്റെ ദൈവമേ, ഇനി ചെരുപ്പൊന്നും ഇല്ലാതെ നടക്കുന്നതെന്നൊന്നും പറഞ്ഞോളല്ലേ. മെഴുകുന്നതിന് ഒരു പരിധിയുണ്ട്. പണിയെടുക്കാൻ ഇറങ്ങി അന്തസ്സായിട്ട് തുണി ഉടുത്ത് പണിയെടുക്കാൻ ഇറങ്ങി, മനസ്സിലായോ. ഈ പോയിന്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അന്തസ്സായിട്ട് തുണി ഉടുത്ത് പണിയെടുക്കാൻ ഇറങ്ങി എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും എന്നുള്ളത്. ാണ് ഇവനൊക്കെ കാരണം അവർക്കറിയാം രേണുസുധിയുടെ കണ്ടന്റ് ഇട്ടാൽ മില്യൺ അടിച്ച് കയറുമെന്നുള്ളത് കൊണ്ട് വേറെ ഒരാളുടെ കണ്ടന്റിന് പോലും അത്ര റീച്ചില്ല. ഇവൻ അനിമോളുടെ കണ്ടന്റ് പോലും അത്ര റീച്ച് ഉണ്ടാവത്തില്ല. അതായത് വീഡിയോ ഇടുന്ന ഞങ്ങൾക്കറിയാം അനിമോളുടെ കണ്ടന്റ് അല്ല, രേണുസുധിയുടെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺ അടിച്ച് കയറും എന്നുള്ളൊരു കാര്യം. ഇനി ഇതാണ്ട് ഇവള് രേണുസുധിയുടെ എന്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ടുള്ള തമ്പനയിലിട്ട് അത് രേണുസുധി എടുത്ത് സ്റ്റോറിയും ഇട്ട് വ്യൂസിനെ കയറ്റാനുള്ള പരിപാടി. അതായത് ഇവളുടെ തന്നെ ചാനലിനകത്ത് ഈ പെൺകുട്ടി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അതെ 675 വ്യൂ അതിന് കിട്ടിയിരിക്കുന്നത് ഒരു ദിവസമായിട്ടുണ്ട്. മൊത്തം എത്ര 7-8 കമന്റ്, അതിനകത്ത് 2 കമന്റ് ഇവര് തന്നെ ഇട്ടിട്ടുള്ള കമന്റ്, 2 കമന്റ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ട് രേണുസുധി മില്യൺ കയറും എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിനകത്ത് അവർക്ക് കിട്ടിയ റീച്ച് ഒന്ന് നോക്കണേ. ഈ രീതിയിലാണ് നിങ്ങൾ ഈ പറഞ്ഞ 1 മില്യൺ രേണുസുധിക്ക് റീച്ച് കിട്ടുമെന്നുള്ളൊരു കാര്യം വെച്ച് അടിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, രേണുസുധിയെ കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് വ്യൂസ് വരുന്നതെന്നുള്ളൊരു കാര്യം. അത് നമ്മളെ കണ്ട് നമ്മൾ എന്താണ് പറയുന്നതെന്ന് നോക്കാൻ വരുന്നത്, അല്ലാതെ മറ്റേ ഫോട്ടോ എടുത്തിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടല്ലോ. അതുകൊണ്ട് നീ നോക്കി കണ്ടൊക്കെ സംസാരിക്കും, അതായിരിക്കും നല്ലത്. അതാ വീഡിയോ കിട്ടിയതുണ്ടല്ലോ 675. ഞാൻ വ്യൂസിനെ കുറച്ച് പറയൂ അല്ലെങ്കിൽ ഈ ചാനലുകളെ കുറച്ച് പറയൂ ഒന്നുമല്ല. ഒരു കാര്യമില്ലാതെ ഞമ്മക്ക് റീച്ച് ഇല്ല, ഞങ്ങൾ മറ്റേ ബിഗ് ബോസിലൊന്നും കയറാൻ പറ്റിയ ഒരു ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞു വരേണ്ട ആവശ്യം നിനക്ക് എന്തുവാ? ചിലപ്പോ അടുത്ത സീസണിൽ ഞാൻ പോയാൽ എന്തോ ചെയ്യും? നീ വീഡിയോ റിമൂവ് ചെയ്യുവോ? അറിയാൻ പറ്റത്തില്ല. ജീവിതമാ, കാലചക്രമൊക്കെ കറങ്ങി എന്റെ കാലിന്റെ ഇടയിലും വരാൻ ചിലപ്പം. അപ്പൊ എന്തോ ചെയ്യും? അപ്പൊ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്നും ഊച്ചാളികൾക്കൊന്നും പിന്നെ പ്രതികരിക്കാനും നിൽക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. നീ ചെയ്യുന്നുണ്ട്, ഞാൻ ഊച്ചാളി, അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഭയങ്കര അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, അവർക്ക് അവിടെ വ്യൂ കിട്ടിയില്ല.
അങ്ങനെ നേരെ രേണുസുധിയുടെ സ്ഥലത്തോട്ട് ചെന്നു. രേണുസുധിയുടെ സ്ഥലത്തോട്ട് എന്നിട്ട് അവരെയും കൊണ്ട് കൊളാബി ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും ഇവരുടെ അക്കൗണ്ട് മാത്രമല്ല, ഇവരുടെ തന്നെ രണ്ട് അക്കൗണ്ട് ചേർത്ത് വെച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇവർ കൊളാബി ചെയ്ത് കുറച്ച് വ്യൂസിനെ കിട്ടുക. അങ്ങനെ 65,000 വ്യൂസ് അതിനകത്ത് വന്ന്. അത് രേണുസുധിയുടെ ഒരു പുഷ് ഉള്ളതുകൊണ്ട് കയറി മേളിലേക്ക് വന്ന്. ഇനി ഇവർ പറഞ്ഞല്ലോ രേണുസുധിയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ ഭയങ്കര ഇതാണെന്നുള്ളത്. അവരുടെ പ്രീവിയസ് 20 വീഡിയോ നോക്കേ. 1 2 3 നേരത്തേത് 4 5 6 7 8 9 10 11 11 ആണ്ടെ അവസാനത്തെ ഒരു 10 20 25 വീഡിയോക്കകത്ത് 11 രേണുസുധി. അപ്പൊ രേണുസുധിയെ വെച്ച് ആരാണ് റീച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്, ആരാണ് റീച്ചിന് വേണ്ടി ശ്രമിക്കുന്നത്, ആദ്യം ഇരിക്കുന്ന സ്ഥലം എന്താണെന്ന് കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ട് വേണം അപ്പുറത്ത് ആള് കുഴിയിലാണോ ഇരിക്കുന്നത്, അത് ചരുവത്തിന്റെ പുറത്താണോ, അത് ഡെസ്കിലാണോ ഇരിക്കുന്നത് നോക്കാനായിട്ട് ചെല്ലാനായിട്ട്. അവരുടെ മിടുക്ക്, അവരുടെ കഴിവ് മനസ്സിലായോ? ഓരോ ഇൻസ്റ്റാഗ്രാം പേജുകളും എടുത്തു നോക്കണം. തുണി അഴിച്ചിട്ടും മറ്റേ എന്താണ് ക്ലീവേജിന്റെ അപ്പുറം കാണിച്ചിട്ടും പിന്നെ ഈ കാണിക്കാൻ പറ്റാത്ത സകലെന്ന് കാണിച്ചിട്ടും ഓരോരുത്തരും എന്തിനാ ഞാൻ പറയല്ലോ, 2 ബിക്കിനിട്ട്, ഞാൻ അവളുമാരുടെ പേര് പറയുന്നില്ല, ശബരിമലയിൽ വിവാദം ഉണ്ടാക്കിയ 2 അവളുമാരുണ്ടല്ലോ, ബിക്കിനി ഇട്ടോണ്ടാണ് അവൾ ഇൻസ്റ്റാഗ്രാമിൽ അവര് റീച്ച് ഉണ്ടാക്കാനായിട്ട് ബിക്കിനി ഇട്ട് ഇറങ്ങുന്നവരെ നീ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ശബരിമലയിൽ വന്ന 2 പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ആരാന്നുള്ള കാര്യം. ഇവര് സത്യം പറഞ്ഞ വാവിട്ട കോടാലി, ഇവർക്ക് പ്രോപ്പറായിട്ട് എന്തോ പറയുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇവര് ചുമ്മാ ഒരു ഫ്ലോയിലങ്ങ് അടിച്ചു വിടുന്നതാ. എന്താ പറയാ, ഞാനൊരു നടന്റെ കാര്യം പറയാം. സിനിമയുടെ പേര് രാജമാണിക്യം. ആ സിനിമയിൽ ആ നായകൻ ഒരു സൈഡിൽ കണ്ണില്ല, കറുത്ത ഗ്ലാസ് ആയിട്ടുണ്ട്, എപ്പോഴും പളപള തുടങ്ങുന്ന ടീഷർട്ടും സംഭവങ്ങളൊക്കെ ഇടുന്നത്, ചുമന്ന ബെൻസ് കാറിനകത്ത വരെ. പക്ഷെ നായകൻ ആരാന്ന് ഞാൻ പറയത്തില്ല. അയ്യോ, ഇവരിപ്പോ രേണുസുധിയെ പറഞ്ഞതിന്റെ കൂട്ടം ബിക്കിനി ഇട്ട് റീച്ച് ഉണ്ടാക്കുന്നവരെ പറയുന്നല്ലോ. അപ്പം നേരെ ഓപ്പോസിറ്റാ. അത് രേണുസുധി അങ്ങനൊന്നും അല്ല. രേണുസുധി നല്ല നിലവാരത്തോടു കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, നല്ല നിലവാരത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ അതിനകത്ത് ഇടപെടാനോ ഒന്നിനും നമ്മൾ വരുന്നില്ല. നമ്മൾ എന്നാ ഇവർക്കെതിരെ സംസാരിക്കാൻ വന്നത്? ഇവര് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഇന്റർവ്യൂ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുമ്പോൾ ഒബ്വിയസ്ലി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ അവര് ബിക്കിനി ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്, അവർ മറ്റേ എടുത്തുകൊണ്ട് നടക്കുന്നത് വെച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പം രേണുസുധി പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്ന അവര് തന്നെ അത് സാധനം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവർ പറയുന്നത് എന്താ, ബിക്കിനി ഇട്ട് നടക്കുന്ന ശബരിമലയിൽ പോയിട്ട് 2 പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇവർ പറയുന്നു നോക്കിയോ, അവരുടെ പേജ് തുറക്കുന്ന ബിക്കിനി ഇടണം, അത് അവരുടെ ഇഷ്ടം. അത് അവരുടെ ഇഷ്ടം, അവരുടെ രീതി. അവർ ബിക്കിനി ഇട്ടോ തുണിയില്ലാതെ ഒക്കെ അവർ ഷൂട്ട് ചെയ്തോട്ടെ. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ ജീവിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല ബിക്കിനി ഇടരുതെന്ന്. അവര് ജീവിച്ചോട്ടെ. അപ്പൊ ആ പേര് ഞാൻ പറയുന്നില്ല, അത് ഇപ്പൊ കേക്ക്. അതിന്റെ നിങ്ങളെ സത്യത്തിൽ എന്തിനാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒന്ന് ആലോചിച്ച. നിങ്ങൾ ഇരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കേ. രേണുസുധിയുടെ കാര്യം പറഞ്ഞു വന്നതിന് ശേഷം ഒറ്റയടിക്ക് ശബരിമല 2 പെണ്ണുങ്ങൾ ബിക്കിനി ഇട്ട് നടന്നു. അവരിട്ടോട്ടെ, ആര് പറഞ്ഞു അവരിടണമെന്ന്? അവരിട്ടോട്ടെ, അത് അവരിഷ്ടം. ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്, ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ബിക്കിനി ഇടാം. നമ്മൾ ആരെങ്കിലും പറഞ്ഞല്ലോ, നീ പറഞ്ഞിട്ടുള്ളതൊന്നും ഈ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞതാണ്. ശബരിമലയിൽ ബിക്കിനി ഇട്ടുകൊണ്ട് പോയി അവരെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് പറഞ്ഞത്, വാവിട്ട കോടാലി കണക്ക് വായി മാണോ ഇല്ലാതെ എന്തൊക്കെയോ കിടന്ന് പറയുന്നു. അത്രേ ഉള്ളു. ലൈവ് ഒറ്റ സ്പോട്ടിൽ വിടാതെ ഒന്ന് ചെയ്ത വീഡിയോസ് ഒന്നുകൂടെ എടുത്ത് വെച്ച് കാണ്. അല്ലെങ്കിൽ ഒറ്റ സ്പോട്ടിൽ വിടുമ്പോഴത്തേനും നമ്മൾ എന്തോ പറഞ്ഞെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം തലക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് വെച്ച് ഒന്ന് കണ്ട് ഒന്ന് റീഎഡിറ്റ് ഒക്കെ ചെയ്ത് വിട്. ഇടയ്ക്ക് 2 കട്ടൊക്കെ കയറ്റി വിടുന്ന്. അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് അല്ലേന്ന്, ഒരു രസമല്ലേന്ന്. അങ്ങനെയൊക്കെ ചെയ്. അല്ലാതെ ചുമ്മാ കടന്നിട്ട് ബയ്യ ബലി എന്നൊക്കെ കടന്ന് സംസാരിക്കാതെ ബാക്കി നോക്കാം. പോയ കമന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് കാണണം. ഒരൊറ്റ മോശം കമന്റ്സ് ഇല്ല. മറ്റേ തീ പാറുന്നു, ലവ് എംബ്ലം, ഹൃദയം, അടിപൊളി ഫോട്ടോഷൂട്ട്, സൂപ്പർ. ഞാൻ ചോദിക്കുന്ന പോലെ രേണുസുധി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ അവരുടെ ഫോട്ടോഷൂട്ടിലോ അവരുടെ ആൽബത്തിലോ എന്തെങ്കിലും എപ്പോഴെങ്കിലും? ഇത് കമന്റ് കണ്ട് ഇതായതാ, പഞ്ചായത്ത് പരിപാടിയായ പരിപാടിയാ കേട്ടോ. ഒന്ന് ആലോചിച്ചോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിൽ ഇതുപോലുള്ള കമന്റുകളൊന്നും വരാറില്ല. നീ നല്ലതാണ്, കാണാൻ സൂപ്പറാണ്, വരത്തില്ല. അപ്പൊ ചിലപ്പോൾ മറ്റുള്ളവരുടെ അക്കൗണ്ട് കണ്ടപ്പോഴത്തേനും മോഹം ഇപ്പൊ കമന്റ് ബോക്സ്, അതായത് രേണുസുധിയുടെ കമന്റ് ബോക്സ് ആയിട്ടും കൂടെയാണ് ഇപ്പൊ ഇവര് സംസാരിച്ചത്. ഇവർ എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ ജോലിയായിരിക്കും, എനിക്കറിയാൻ വയ്യ. പക്ഷെ അവരുടെ താഴെ വരുന്ന കമന്റ് കാണും. ഇപ്പൊ കുറെ അധികം മാറി കേട്ടോ. രേണുസുധിയെ മനസ്സിലാക്കുന്ന ഒത്തിരി അധികം കേരളീയർ ഒരുപാട് പേര് രേണുസുധിയെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഇങ്ങനെ കുറെ മഞ്ഞ മീഡിയ ചൊറിയന്മാരുണ്ട്. വിച്ചു സ്ട്രോക്കിനെയും അതിൽ ബ്ലോഗ്സിനെയും പിന്നെ എന്താ പറയാ കുറെ യൂഷ്വൽ സൈക്കോയെ, എന്തായാലും യൂഷ്വൽ സൈക്കോ എന്നല്ല, സൈക്കോ എന്നാണ് ഇവന് പേരിടേണ്ടത്. എന്തായാലും അവന് നിങ്ങൾ ഒരു ചെവിയിൽ വെറ്റ കൊത്തിയിട്ട് മറ്റേ ചെവി കൂടെ കയറ്റി വെച്ചിട്ട് ആ പേരൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവന്റെ വായിന്ന് തിരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേരെ കേൾക്കുമായിരിക്കും. അവൻ കേൾക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രതികരണം തരുമെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കും. എന്തായാലും കൊള്ളാച്ചി ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ സൂപ്പറാ. വീഡിയോസ് ഒക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾ അത്രയ്ക്ക് വലിയ ഉറപ്പുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെതിരെ. അതിനൊരു റിയാക്ഷൻ വീഡിയോ വന്നിട്ട് കാണിരും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. പിന്നെ റീച്ചിന്റെ കാര്യം ചിലപ്പോൾ ഇപ്പം എന്റെ അടുത്ത് കാണാനായിട്ട് 1000 പേരുണ്ടായിരിക്കും. നാളെ നിങ്ങളുടെ അടുത്തോട്ട് വരാം. അപ്പൊ നിങ്ങൾ എനിക്കെതിരെ അങ്ങ് ചെയ്തോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോക്കകത്ത് ഒരിക്കലും വ്യൂസ് ഇല്ലാത്ത ഒരു യൂട്യൂബേഴ്സിനെയും ഞാൻ താത്ത് കാണാനൊന്നുമില്ല. എല്ലാവരും ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ചിലപ്പോൾ കണ്ടന്റ് മാറ്റി വേറെ സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് വ്യൂസ് കാണത്തില്ല.
അത്രേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. പക്ഷെ ഇവര് എന്റെ ഈഗോയിൽ കയറി തൊട്ട് നീ ഈ വ്യൂസ് ഉണ്ടാക്കുന്നത്, നീ റീച്ച് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, നീ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണെന്നുള്ളത്. ഓക്കെ, ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു പെണ്ണിനെയും ഇതുപോലെ ഒരു ചാനലിനെയും ഇവരെ മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ എന്റെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണെങ്കിലും ഒരു വ്യക്തികളെ ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നില്ല, ഒരു വ്യക്തികളെ ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല, ആരെയുമില്ല. നിങ്ങൾ വീണ്ടും നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് വീഡിയോ ചെയ്ത് മുന്നിലേക്ക് വരിക. എനിക്ക് പറയാനുള്ള കാര്യം ഈ ഒരു വ്യക്തിയെ മാത്രമാണ്. അത് വേറൊരു തരത്തിൽ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിനെയോ മറ്റാർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ വ്യൂസ് കുറഞ്ഞ ആർക്കെങ്കിലും എന്തൊരു ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. നിങ്ങൾ ആരും ഞാൻ തീർച്ചയായിട്ടും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഇവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ്.